ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. വർഷം 1934. തിരുവനന്തപുരത്തെ രാജകൊട്ടാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഏറ്റവും വലിയ, ഏറ്റവും പവിത്രമായ മുറജപം നടക്കുന്ന സമയം. അതെ, സ്വാഭാവികമായും ഉന്നത ജാതിക്കാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു സമയമാണത്. സാധാരണക്കാർക്ക്, എന്നുവെച്ചാൽ പ്രത്യേകിച്ചും താഴെത്തട്ടിലുള്ളവർക്ക് അങ്ങോട്ട് നോക്കാൻ പോലും അനുവാദമില്ലാത്തൊരു സമയം. തീർച്ചയായും ആ സമയത്ത് അവിടെ എല്ലാ വിലക്കുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സവർണനല്ലാത്തൊരു സന്യാസി കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ വന്നു നിൽക്കുകയാണ്. തനിക്ക് രാജാവിനെ കണ്ടേ തീരൂ എന്നും തന്റെ ജനതയുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ താൻ ഇവിടുന്നൊരു ചുവടുപോലും പുറകോട്ട് പോകില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ആ കാലഘട്ടത്തിൽ അതൊരു വലിയ ധീരത തന്നെയാണ്. അല്ലല്ല, തീർച്ചയായുമല്ല. വെറുമൊരു കഥയല്ല ഇത്. കേരളത്തിന്റെ ചരിത്രത്തെ ശരിക്കും മാറ്റിമറിച്ച ഒരു യഥാർത്ഥ സംഭവമാണ്. അപ്പോ കേൾക്കുന്ന നിങ്ങളെ ഇന്നത്തെ ഈ വിശദമായ അന്വേഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കു വേണ്ടി വെറുതെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക മാത്രമല്ല, സ്വന്തമായി പുതിയ വഴികൾ വെട്ടിത്തുറക്കുകയും പാട്ടുകളിലൂടെ വിപ്ലവം സൃഷ്ടിക്കുകയും കൊട്ടാരത്തിന്റെ വാതിലുകൾ ചവിട്ടിത്തുറക്കുകയും ചെയ്ത 3 അധികായന്മാരെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങൾ. പൊയ്കയിൽ യോഹന്നാൻ, കുറുമ്പൻ ദേവത്താൻ, പിന്നെ ശുഭാനന്ദ ഗുരുദേവൻ. അതെ, ഇവർ 3 പേരും. ഈ 3 പേരെയും നമ്മൾ ഒരുമിച്ചു പഠിക്കേണ്ടതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ഈ അന്വേഷണം കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇവർ 3 പേരും ഒരേ വ്യവസ്ഥിതിക്കെതിരെയാണ് പോരാടിയത് എന്നതാണ്. എന്നാൽ അവർ തെരഞ്ഞെടുത്ത വഴികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. തീർത്തും വ്യത്യസ്തമായിരുന്നു എന്ന് തന്നെ പറയാം. അതെ, ഒരാള് സാമ്പത്തികവും സ്ഥാപനപരവുമായ ശാക്തീകരണം തിരഞ്ഞെടുത്തപ്പോൾ രണ്ടാമത്തെയാൾ കലയെയും ജനകീയ സംഘാടനത്തെയും ആയുധമാക്കി. മൂന്നാമത്തെയാളാകട്ടെ നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ, ആത്മീയ പോരാട്ടമാണ് നടത്തിയത്. ഇവർ വെറുതെ ചരിത്രത്തിൽ ജീവിച്ചു പോയവരല്ല, മറിച്ച് ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിന്റെ സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാന ശിലപാകിയവരാണ്. അത് നമുക്ക് ആ ഒന്നാമത്തെ വഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് സ്വന്തമായി സ്ഥാപനങ്ങളുണ്ടാക്കുകയും സാമ്പത്തികമായി ശാക്തീകരിക്കുകയും ചെയ്തയാൾ. പൊയ്കയിൽ യോഹന്നാൻ. കേൾക്കുന്നവരിൽ പലരും ഈ പേര് കേട്ടിട്ടുണ്ടാകും. പക്ഷെ അദ്ദേഹം നടത്തിയ വലിയ യാത്രയുടെ ആഴം പലർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? 1879 ഫെബ്രുവരി 17 പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പറയ സമുദായത്തിൽ മണിക്കൽ പൊയ്കയിൽ കണ്ടന്റെയും ലേച്ചിയുടെയും 3ാമത്തെ മകനായിട്ടായിരുന്നു ജനനം. ഈ 1879 എന്ന് പറയുമ്പോൾ അവകാശമില്ലാതിരുന്ന, അക്ഷരം പഠിക്കുന്നത് വലിയൊരു കുറ്റമായി കണ്ടിരുന്ന ഒരു കാലത്താണ് ഈ ജനനം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുമാരൻ എന്നായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ അദ്ദേഹം പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകളുടെ കാര്യം വളരെ രസകരമാണ്. കുമാരൻ എന്ന പേരിൽ തുടങ്ങി പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് യോഹന്നാൻ എന്ന പേര് ലഭിച്ചു. സമൂഹത്തിൽ അദ്ദേഹം പുലയൻ മത്തായി എന്നും വിളിക്കപ്പെട്ടിരുന്നു. അതെ, പുലയൻ മത്തായി എന്നത് ഒരുപാട് കേട്ടിട്ടുള്ളൊരു പേരാണ്. പിന്നെ വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിനു ശേഷം അനുയായികൾ അദ്ദേഹത്തെ കുമാരഗുരുദേവനെന്നും സ്നേഹത്തോടെ പൊയ്കയിൽ അപ്പച്ചനെന്നും വിളിച്ചു. ഇത്രയധികം പേരുകൾ ഒരു വ്യക്തിക്കുണ്ടാകുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ വലിയ മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. ജാനമ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ഇതിലെനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം അദ്ദേഹം തന്റെ ജനതയുടെ ഉന്നമനത്തിനായി നടത്തിയ തന്ത്രപരമായ ചില നീക്കങ്ങളാണ്. പ്രത്യേകിച്ച് മതങ്ങളെ അദ്ദേഹം എങ്ങനെ കണ്ടു എന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഒരു ദ്രാവിഡനായ ദളിതൻ എന്ന സ്വത്വമാണ് അദ്ദേഹം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചത്. അന്ന് ദളിതരെ സംഘടിപ്പിക്കാനും അവർക്ക് വിദ്യാഭ്യാസവും സംരക്ഷണവും നൽകാനും ഏറ്റവും വലിയൊരിടമായിരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. അതു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം മാർത്തോമാ സഭയിൽ ചേരുന്നത്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെയാണ് ആ രസകരമായ കാര്യം. ഇതിനെ നമുക്ക് ഇന്നത്തെ കാലത്തെ ഒരു കോർപ്പറേറ്റ് ജോലിയുമായി ഒന്ന് ഉപമിച്ചു നോക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു വലിയ കമ്പനിയിൽ ജോലിക്ക് ചേരുന്നു. അവിടെ നമുക്ക് അർഹിക്കുന്ന പ്രൊമോഷനോ പരിഗണനയോ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ വേറെ കമ്പനി നോക്കും. കൃത്യമായിട്ടും മെച്ചപ്പെട്ട ശമ്പളവും പോളിസികളുമുള്ള മറ്റൊരു കമ്പനിയിലേക്ക് മാറുമല്ലേ? ഏതാണ്ട് ഇതുതന്നെയാണ് യോഹന്നാനും ചെയ്തത്. മാർത്തോമാ സഭയിൽ നിന്ന് തനിക്കും തന്റെ ജനതയ്ക്കും വേണ്ടത്ര തുല്യതയോ പരിഗണനയോ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്റെ ആളുകളുമായി ബ്രദറൻ മിഷനിലേക്ക് മാറി. അതൊരു ഗംഭീര നീക്കമായിരുന്നു. അതെ,
വെറുമൊരു വിശ്വാസത്തിനപ്പുറം തന്റെ ജനതയ്ക്ക് എവിടെയാണ് കൂടുതൽ സാമൂഹ്യ സുരക്ഷയും മനുഷ്യാവകാശങ്ങളും കിട്ടുക എന്ന കൃത്യമായ അന്വേഷണമായിരുന്നു അത്. കൃത്യമായി പറഞ്ഞു. മതപരിവർത്തനമെന്നത് വെറുമൊരു ആത്മീയ കാര്യം മാത്രമായിരുന്നില്ല. അതൊരു സാമൂഹിക അതിജീവനത്തിന്റെ പ്രശ്നം കൂടിയായിരുന്നു. എന്നാൽ ബ്രദറൻ മിഷനിലെത്തിയപ്പോഴും സ്ഥിതി വലിയ വ്യത്യസ്തമായിരുന്നില്ല. അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? അതെ. മതം മാറിയാലും നൂറ്റാണ്ടുകളായി ഈ മണ്ണിലുള്ള ജാതിചിന്ത പുതിയ മതത്തിനകത്തും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് 1909 ചരിത്രപരമായ ആ വലിയ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ക്രിസ്തുമതം വിട്ട് സ്വന്തമായി ഒരു ദളിത് വിമോചന പ്രസ്ഥാനം അദ്ദേഹം സ്ഥാപിച്ചു. അതാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ അഥവാ PRDS. PRDS 1909 എന്ന വർഷം കേൾക്കുന്ന എല്ലാവരും കൃത്യമായി ഓർത്തുവയ്ക്കേണ്ടതുണ്ട്. സ്വന്തമായൊരു സഭ ഉണ്ടാക്കി എന്നത് മാത്രമല്ല, അതിലെ ഏറ്റവും വലിയ വിപ്ലവമെന്നത് ആ സഭയുടെ ഘടനയായിരുന്നു. അതായത് ക്രൈസ്തവരായ ദളിതർക്കും അക്രൈസ്തവരായ ദളിതർക്കും ഒരുപോലെ അംഗത്വം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഏത് മതവിശ്വാസിയുമാകട്ടെ, നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഇടമുണ്ട് എന്ന വലിയൊരു പ്രഖ്യാപനമായിരുന്നു അത്. അതെ. ഈ സഭയുടെ ആസ്ഥാനം അദ്ദേഹത്തിന്റെ ജനനസ്ഥലമായ ഇരവിപേരൂർ തന്നെയായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട 2 ഉപകേന്ദ്രങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഒന്ന് തിരുവല്ലയ്ക്കടുത്തുള്ള അമരക്കുന്നും മറ്റൊന്ന് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ഉറിയൻകുന്നുമായിരുന്നു. അമരക്കുന്നും ഉറിയൻകുന്നുമല്ലേ? അതെ. ഈ കേന്ദ്രങ്ങളിലൂടെ വലിയൊരു ശൃംഖല തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. എന്നാൽ വെറും ആത്മീയ പ്രഭാഷണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊരാളായിരുന്നില്ല അദ്ദേഹം എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കലായ ബുദ്ധി നമ്മൾ കാണുന്നത്. അദ്ദേഹം ചിന്തിച്ചത് വളരെ ലളിതമാണ്. സ്വന്തമായി ഭൂമിയില്ലാതെ, സാമ്പത്തിക അടിത്തറയില്ലാതെ വെറുതെ സമത്വം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനായി അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കൂ. തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലായി PRDSന് വേണ്ടി അദ്ദേഹം 125 ഏക്കറോളം ഭൂമി വാങ്ങിക്കൂട്ടി. വാവ്! 125 ഏക്കർ! അതൊന്ന് ആലോചിച്ച് നോക്കൂ. പൊതുവഴിയിലൂടെ നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു സമുദായത്തിലെ നേതാവ് സ്വന്തമായി 125 ഏക്കർ ഭൂമി സ്വന്തമാക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഒരു സംശയവുമില്ല. ഭൂമിയാണ് അധികാരം എന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഈ വാങ്ങിയ ഭൂമിയിൽ വെറുതെ പ്രാർത്ഥനാലയങ്ങൾ മാത്രമല്ല അദ്ദേഹം പണിതത്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ അദ്ദേഹം തുടങ്ങി. അവർക്ക് സ്വന്തമായി ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥ തന്നെ അദ്ദേഹം അവിടെ സൃഷ്ടിക്കുകയായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത മറ്റൊരു വലിയ വിപ്ലവമുണ്ട്. അയിത്തജാതിക്കാർക്കു വേണ്ടി തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അതും സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ. ഇതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. മലയാളം അല്ലെങ്കിൽ സംസ്കൃതം എന്നത് അന്ന് സവർണരുടെ കുത്തകയാണ്. എന്നാൽ ഇംഗ്ലീഷ് എന്നത് ബ്രിട്ടീഷുകാരുടെ, അതായത് ഭരണാധികാരികളുടെ ഭാഷയാണ്. ആ ഭാഷ പഠിച്ചാൽ ലോകത്തോട് സംവദിക്കാൻ കഴിയും, പുതിയ തൊഴിൽ സാധ്യതകളുണ്ടാകും. അതൊരു ഗംഭീരമായ കാഴ്ചപ്പാടായിരുന്നു. അത്രത്തോളം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നാൽ അന്നത്തെ ഗവൺമെന്റിന് അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. 1921 പിന്നീട് 1931 അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. 1921 അല്ലേ? രാജാവിന് ഉപദേശം നൽകാനായി രൂപീകരിച്ച ഇന്നത്തെ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയൊക്കെ ഒരു ആദ്യ രൂപമാണ്. അവിടെ ചെന്നിരുന്ന് അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ തന്റെ ആളുകളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കും വേണ്ടിയാണ്. ഒടുവിൽ 1939 ജൂൺ 29 ഈ ലോകത്തോട് വിട പറയുന്നതുവരെ ആ പോരാട്ടം അദ്ദേഹം തുടർന്നു. അപ്പോ നമ്മൾ ആദ്യത്തെ പോരാട്ട വഴി കണ്ടുകഴിഞ്ഞു. സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ഭൂമി വാങ്ങുക, ഭരണരംഗത്ത് ഇടപെടുക. എന്നാൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച രണ്ടാമത്തെ നേതാവിലേക്ക് നമുക്കിനി വരാം. യോഹന്നാൻ ജനിച്ചതിന്റെ തൊട്ടടുത്ത വർഷം, അതായത് 1880 ചെങ്ങന്നൂരിനടുത്ത് ഇടയാറന്മുളിയിൽ ജനിച്ച കുറുമ്പൻ ദൈവത്താൻ. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ആയുധം ഭൂമിയോ സ്കൂളുകളോ ആയിരുന്നില്ല, മറിച്ചത് കലയും പാട്ടുകളുമായിരുന്നു. കുറുമ്പൻ ദൈവത്താൻ എന്ന് പറയുമ്പോൾ തന്നെ പുലയഗീതങ്ങളുടെ പ്രവാചകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കുറുമ്പന്റെയും നാനിയുടെയും മകനായി ജനിച്ച അദ്ദേഹത്തിന്റെ ബാല്യകാലനാമം നടുവത്തമ്മൻ എന്നായിരുന്നു. കൊച്ചുകുഞ്ഞ് ആശാനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഗുരു.
താൻ നേരിടുന്ന സാമൂഹിക അനീതികളെ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ ഇതിലും മികച്ചൊരു മാധ്യമം വേറെയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ പാട്ടുകൾ എന്ന മാധ്യമം എനിക്ക് വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു വിഷയം വൈറലാക്കാൻ സോഷ്യൽ മീഡിയയും ട്രെൻഡിംഗ് ഹാഷ്ടാഗുകളുമൊക്കെ ഉപയോഗിക്കില്ലേ? ഒരു മെസ്സേജ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒറ്റയടിക്ക് എത്താൻ നമ്മൾ ഡിജിറ്റൽ ലോകത്തെ ആശ്രയിക്കുന്നു. അതെ, ഇന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ അന്നത്തെ കാലത്ത് യാതൊരു വിവരസാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്ന സമയത്ത് പാടത്ത് പണിയെടുക്കുന്ന അക്ഷരം വായിക്കാനറിയാത്ത സാധാരണക്കാരുടെ ഇടയിലേക്ക് ആശയങ്ങൾ എത്തിക്കാനുള്ള അന്നത്തെ സോഷ്യൽ മീഡിയയായിരുന്നു ഈ പാട്ടുകൾ. ആളുകൾ പണിയെടുക്കുമ്പോൾ അത് പാടും. അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു കാട്ടുതീ പോലെ ആ ആശയങ്ങൾ പടർന്നു. കൃത്യമായൊരു ഉപമയാണത്. ഈ പാട്ടുകൾ വെറും വിനോദത്തിനു വേണ്ടിയുള്ളതായിരുന്നില്ല കേട്ടോ. അവയിൽ ചരിത്രമുണ്ടായിരുന്നു, തങ്ങൾക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുണ്ടായിരുന്നു, എല്ലാത്തിനുമുപരി ശക്തമായ പ്രതിഷേധവുമുണ്ടായിരുന്നു. കലയെ എങ്ങനെ ഒരു ജനതയെ സംഘടിപ്പിക്കാനുള്ള പൊളിറ്റിക്കൽ ടൂളായി മാറ്റാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുറുമ്പൻ ദേവത്താൻ. ഈ സംഘാടനത്തിന്റെ ഏറ്റവും വലിയ ഫലമായാണ് 1917 അദ്ദേഹം ഹിന്ദു പുലയ സമാജം സ്ഥാപിക്കുന്നത്. 1917 ആ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ വർഷം തന്നെയാണ് അദ്ദേഹവും ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. വെറും പാട്ടുകൾ പാടി നടക്കുന്ന ഒരാളല്ല, മറിച്ച് അധികാരത്തിന്റെ സിരാകേന്ദ്രങ്ങളിലേക്ക് തന്റെ ശബ്ദമെത്തിക്കാൻ കെൽപ്പുള്ളൊരു നേതാവായി അദ്ദേഹം മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ധീരത വെളിവാക്കുന്ന മറ്റൊരു സംഭവം നടന്നത് 1924 അതെ, 1924 ദളിതരെ വലിയ രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ അദ്ദേഹം ആരാധന നടത്തി. നമ്മൾ ഓർക്കേണ്ടൊരു കാര്യമുണ്ട്. അവർണർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത് 1936 അതെ, അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം. കൃത്യമായി പറഞ്ഞാൽ 12 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു വലിയ ജനക്കൂട്ടത്തെയും കൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്തുന്നത്. അതൊരു സാധാരണ ധീരതയല്ല. തീർച്ചയായുമല്ല. ഇതിനൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ആത്മകാളി. കുറുമ്പൻ ദൈവത്താൻ ഈ ആത്മകാളിയുടെ മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആത്മകാളി എന്ന് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും സംശയം വരാം. ഇത് അന്നത്തെ കാലത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കലാരൂപമാണ്. അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങൾ അവരുടെ ആത്മീയവും സാമൂഹികവുമായ ഉണർവിനായി ഉപയോഗിച്ചിരുന്ന പാട്ടും ചുവടുകളുമുള്ള ഒരു കലാരൂപം. അതെ, അതിലൂടെയും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ കലാരൂപത്തിലൂടെയും ആളുകളെ ഒരുമിപ്പിച്ചു നിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒടുവിൽ 1927 ഏപ്രിലിൽ ഈ മഹാനായ കലാകാരനും വിപ്ലവകാരിയും അന്തരിച്ചു. ബാബു തോമസ് എഴുതിയ നവോത്ഥാനത്തിന്റെ സൂര്യതേജസ് എന്ന പുസ്തകം വായിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 വഴികൾ കണ്ടു: പൊയ്കയിൽ യോഹന്നാന്റെ സ്ഥാപനവൽക്കരണവും കുറുമ്പൻ ദൈവത്താന്റെ കലാപരമായ സംഘാടനവും. എന്നാൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ വ്യക്തി ഈ പ്രാദേശികമായ സംഘാടനങ്ങളിൽ നിന്ന് ഒരു പടികൂടി കടന്ന് രാജാവിനോടും ദേശീയ നേതാക്കളോടും നേരിട്ട് സംവദിച്ച ഒരാളാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ശുഭാനന്ദ ഗുരുദേവൻ. അസ്പൃശ്യതയ്ക്കെതിരെ പോരാടിയ, ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം സമാനമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്യാസി വര്യൻ. 1882 ഏപ്രിൽ 28 ബുധനൂർ വില്ലേജിൽ സാംബവ സമുദായത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മാതാപിതാക്കളുടെ പേര് ഇപ്പോത്തി കൊച്ചുനീലി. അദ്ദേഹത്തിന്റെ ബാല്യകാലനാമം പാപ്പൻകുട്ടി എന്നായിരുന്നു. ഈ പാപ്പൻകുട്ടിയിൽ നിന്നും ഒരു വലിയ സന്യാസി വര്യനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വളരെ നാടകീയമായ സംഭവങ്ങൾ നിറഞ്ഞതാണ്. അതെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് ഒരു വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറിയത്. ഇതിലെടുത്തു പറയേണ്ട ഒരു വർഷമാണ് 1927. ആ വർഷം മെയ് മാസത്തിൽ അദ്ദേഹം തന്റെ 480ഓളം അനുയായികളുമായി മാവേലിക്കരയിൽ നിന്നും ശിവഗിരിയിലേക്ക് വലിയൊരു തീർത്ഥാടന ജാഥ നടത്തി. ശിവഗിരി എന്ന് പറയുമ്പോൾ അത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തന കേന്ദ്രമാണല്ലോ. അതെ, ആത്മീയതയെ വിമോചനത്തിനുള്ള മാർഗമായി കണ്ട 2 പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വലിയൊരു കൂടിച്ചേരലായിരുന്നു അത്. അതിനുശേഷം 1930 ആലുവയിൽ വെച്ച് നടന്ന ഒരു വലിയ മതമഹാസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. AK ഗോവിന്ദാസിന്റെ രക്ഷാധികാരത്തിലായിരുന്നു ആ സമ്മേളനം നടന്നത്. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം എത്രത്തോളം സജീവമായിരുന്നു എന്നാണ്.
തുടർന്ന് 1932-ൽ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടാൻ അദ്ദേഹം സ്വന്തമായൊരു സംഘടന രൂപീകരിച്ചു. ആത്മബോധോദയ സംഘം. ഈ ആത്മബോധോദയ സംഘം വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തി. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയാണ് 1934 നമ്മൾ ആ ഒരു സുപ്രധാന ചരിത്ര മുഹൂർത്തം കാണുന്നത്. മഹാത്മാഗാന്ധി കേരള സന്ദർശനത്തിനെത്തിയപ്പോൾ അദ്ദേഹത്തെ മാവേലിക്കരയിൽ വെച്ച് സ്വീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനായിരുന്നു. ഈ കൂടിക്കാഴ്ച വെറുമൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ല കേട്ടോ. ശുഭാനന്ദ ഗുരുദേവൻ നടത്തുന്ന ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഗാന്ധിജിക്ക് വലിയ മതിപ്പ് തോന്നി. വെറുതെ മതിപ്പ് തോന്നുക മാത്രമല്ല, ആ പ്രവർത്തനങ്ങൾക്കാവശ്യമുള്ള സാമ്പത്തിക സഹായങ്ങൾക്ക് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊടുക്കുകയും ചെയ്തു ഗാന്ധിജി. ഇതൊരു ചെറിയ കാര്യമല്ല. മഹാത്മാഗാന്ധിയെപ്പോലെ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരാൾ കേരളത്തിലെ ഒരു പ്രാദേശിക സന്യാസിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളുടെ മുന്നിൽ അതൊരു വലിയ പ്രസ്താവന തന്നെയാണ്. ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഈയൊരു ആത്മവിശ്വാസം കൂടിയാകാം നമ്മൾ ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആ കൊട്ടാരം കയറുന്ന സംഭവത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. തീർച്ചയായും. 1934 ആ സംഭവം ഒന്നുകൂടി നമുക്ക് വിശദമാക്കാം. തിരുവിതാംകൂർ മഹാരാജാവിനെ നേരിൽ കണ്ട് ജാതീയമായ വിവേചനങ്ങളെക്കുറിച്ച് പരാതിപ്പെടാനാണ് അദ്ദേഹം അനുയായികൾക്കൊപ്പം തിരുവനന്തപുരത്തെ കൊട്ടാരത്തിലെത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് കൊട്ടാരത്തിൽ മുറജപം നടക്കുകയാണെന്ന്. കേൾക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, മുറജപം എന്നത് 56 ദിവസം നീണ്ടുനിൽക്കുന്ന ബ്രാഹ്മണർ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അതെ, അത് രാജ്യത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി രാജാവ് കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടത്തുന്ന ഒരു വലിയ വേദമന്ത്ര ജപചടങ്ങാണ്. ആ സമയത്ത് അങ്ങോട്ട് സാധാരണക്കാർക്ക് എന്നുവെച്ചാൽ പ്രത്യേകിച്ചും അവർണർക്ക് പ്രവേശനമേയില്ല. അവിടെയാണ് അദ്ദേഹത്തിന്റെ ആ ഹീറോയിസം നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തിരിച്ചുപോയില്ല. ആ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കർ തന്നെ കാത്തുനിന്നു. രാജാവിനെ കാണാതെ മടങ്ങില്ല എന്ന വാശി വെറുമൊരു വാശിയായിരുന്നില്ല. അത് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ മൊത്തം ശബ്ദമായിരുന്നു. അതെ, വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു അത്. ആ വലിയ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു അവർണ സന്യാസി പുറത്ത് സമരം കിടക്കുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് ഭരണകൂടത്തിനുണ്ടാക്കിയത്. ഒടുവിൽ രാജാവിന് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വഴങ്ങേണ്ടി വന്നു. മുറജപത്തിന്റെ തിരക്കുകൾക്കിടയിലും രാജാവ് അദ്ദേഹത്തിന് അനുമതി നൽകി നേരിട്ട് കണ്ട് സംസാരിച്ചു. രാജാവിന്റെ മുന്നിൽ സ്വന്തം അവകാശം പിടിച്ചുവാങ്ങിയ ആ സംഭവം നൽകിയ ഊർജം വളരെ വലുതായിരുന്നു. തൊട്ടടുത്ത വർഷം, അതായത് 1935 നവംബർ 10 അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്തേക്ക് വലിയൊരു പദയാത്ര നടത്തി മഹാരാജാവിന് നേരിട്ടൊരു നിവേദനം സമർപ്പിച്ചു. എന്തായിരുന്നു ആ നിവേദനത്തിലെ പ്രധാന ആവശ്യം? എല്ലാ ക്ഷേത്രങ്ങളിലും അവർണർക്ക് പ്രവേശനം നൽകണം എന്നതായിരുന്നു അതിലെ പ്രധാന ആവശ്യം. തന്റെ മരണം വരെ വിശ്രമമില്ലാതെ പോരാടിയ അദ്ദേഹം 1950 സമാധിയാകുന്നത്. എന്തൊരു അവിശ്വസനീയമായ യാത്രകളാണ് ഈ 3 മനുഷ്യരും നടത്തിയത്. കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും നമ്മൾ എന്തിനാണ് ഇവരെ ഒന്നിച്ച് ഈ ഒരു ചർച്ചയിൽ കൊണ്ടുവന്നതെന്ന്. ജനിച്ച വർഷങ്ങൾ നോക്കൂ. 1879, 80, 82. ഒരേ കാലഘട്ടത്തിൽ ഒരേ അടിച്ചമർത്തലുകൾ നേരിട്ട് വളർന്നു വന്ന 3 പേർ. പക്ഷെ അവർ പ്രതികരിച്ചത് 3 വ്യത്യസ്ത വഴികളിലൂടെയാണ്. അതെ, പൊയ്കയിൽ യോഹന്നാൻ മനസ്സിലാക്കി സാമ്പത്തിക അടിത്തറയും സ്വന്തമായി ഭൂമിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമില്ലാതെ പിടിച്ചു നിൽക്കാനാകില്ല എന്ന്. അങ്ങനെ അദ്ദേഹം PRDS സ്ഥാപിച്ചു. കുറുമ്പൻ ദൈവത്താൻ മനസ്സിലാക്കി ജനങ്ങളെ വൈകാരികമായി ഒന്നിപ്പിക്കാൻ കലയേക്കാൾ മികച്ച ആയുധമില്ല എന്ന്. അതെ, അങ്ങനെ അദ്ദേഹം ഹിന്ദു പുലയ സമാജമുണ്ടാക്കുകയും പാട്ടുകളിലൂടെ വിപ്ലവം തീർക്കുകയും ചെയ്തു. ഇനി ശുഭാനന്ദ ഗുരുദേവൻ മനസ്സിലാക്കിയത് അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കി ആത്മീയതയിലൂടെ നേരിട്ട് ഭരണാധികാരികളുടെ കണ്ണിലേക്ക് നോക്കി ചോദ്യം ചോദിക്കണം എന്നാണ്. അങ്ങനെ അദ്ദേഹം ആത്മബോധോദയ സംഘം രൂപീകരിച്ചു. ഈ 3 വ്യത്യസ്ത സ്ട്രാറ്റജികൾ ചേർന്നിട്ടാണ് കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനം ഇത്രത്തോളം ശക്തമായത്. അപ്പോൾ നമ്മൾ ഈ വിശദമായ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്ന നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് കണ്ട ഈ 3 മഹാന്മാരും അവർക്ക് സമൂഹത്തിൽ മുഖ്യധാരയിൽ ഒരു സ്ഥാനം അന്ന് തന്നെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവിതം വളരെ സാധാരണമായി തീർന്നേനെ, അല്ലേ? തീർച്ചയായും അവരൊരു സാധാരണ ജീവിതം നയിച്ച് കടന്നുപോയേനെ. അതെ, അതായത് അവരെ സ്കൂളുകളിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിൽ, അവരെ ക്ഷേത്രങ്ങളിൽ കയറ്റിയിരുന്നെങ്കിൽ, അവർ സ്വന്തമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കെട്ടിപ്പടുക്കുമായിരുന്നോ,
അവർ സ്വന്തമായി പുതിയ സഭകളും കലാരൂപങ്ങളുമൊക്കെ ഉണ്ടാക്കുമായിരുന്നോ? ഇതൊരു വലിയ ചോദ്യമാണ്. ആ മാറ്റി നിർത്തലുകൾ ഒരുപക്ഷെ അവരെ തകർക്കാൻ വേണ്ടി അന്നത്തെ വ്യവസ്ഥിതി ചെയ്തതാകാം. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. കൃത്യമായി പറഞ്ഞു. ഒന്ന് ചുറ്റും നോക്കൂ. ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ ആധുനിക സ്ഥാപനങ്ങളും ശക്തമായ പല സാമൂഹിക മുന്നേറ്റങ്ങളും ജനിച്ചത് ചരിത്രത്തിന്റെ ഏതോ ഒരു കാലത്ത് ഒരു കൂട്ടം മനുഷ്യരോട് ഭരണകൂടം നിങ്ങൾക്കിവിടെ സ്ഥാനമില്ലാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? അതെ, അങ്ങനെയൊരു ഒഴിവാക്കലില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങളെ ഉൾക്കൊള്ളാൻ ഈ വ്യവസ്ഥിതി തയ്യാറല്ല എന്ന് കേട്ടപ്പോൾ, എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ പുതിയൊരു ലോകം നിർമ്മിക്കും എന്ന് പറഞ്ഞവർ പടുത്തുയർത്തിയതല്ലേ ഇതൊക്കെ? ചരിത്രത്തിലെ ആ ഒഴിവാക്കലുകളാണോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സ്വയം പര്യാപ്തതയിലേക്കും ഇന്നവേഷനിലേക്കും മനുഷ്യനെ നയിക്കുന്നത്?